ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1846 മുതൽ 1860 വരെയായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എപ്പോഴായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1857. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26. എപ്പോഴായിരുന്നു? 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവിറക്കിയത്. നെക്സ്റ്റ് പോയിന്റ്. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ്. എപ്പോഴായിരുന്നു? 1857. 1859 അയർലാൻഡുകാരനായ ജെയിംസ് ഡാറസ് മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി കൂടിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി കൂടിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇത്രയുമാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നോക്കാം. ആയില്യം തിരുനാൾ രാമവർമ്മ 1860 മുതൽ 1880 വരെയാണ് കാലഘട്ടം. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട് വിളംബരം 1865 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി 1866 നേടിയ തിരുവിതാംകൂർ രാജാവ്. എന്ത് പദവിയാണ്? മഹാരാജ എന്ന പദവി നേടിയതാരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. എപ്പോഴായിരുന്നു? 1866 ജന്മി കുടിയാൻ വിളംബരം 1867 നടത്തിയ രാജാവ്. ജന്മി കുടിയാൻ വിളംബരം നടത്തിയപ്പോഴാണ്? 1867. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന വർഷം 1875 സമയത്തെ രാജാവ്. സന്ദിഷ്ടവാദി എന്ന പത്രം നിരോധിച്ച തിരുവിതാംകൂർ രാജാവ്. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ് 1875 ലോ കോളേജ് സ്ഥാപിച്ചത്. ഗവൺമെൻറ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോടുകൂടിയാണ്. അപ്പോൾ നാടകത്തിന് തുടക്കം കുറിച്ചത് ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോടുകൂടിയാണ്. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം അതായത് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച വർഷം 1869. അതും ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ടി മാധവറാവു. നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. തിരുവിതാംകൂറിനെ മാതൃരാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത വർഷം 1861 അഞ്ചലിലാണ്. ഇത്രയുമാണ് നമുക്ക് ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.